നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകമെമ്പാടുമുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ. പല പ്രമുഖരുടെയും പേരുകൾ ഇതിലുണ്ടെന്നും വലിയൊരു രഹസ്യം പുറത്തു വന്നെന്നുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫയലുകൾ? ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ ഇത്രയധികം ചർച്ചയാകുന്നത്? ആരുടെയും പേരുകൾ വലിച്ചിഴയ്ക്കാതെ ഈ വിഷയത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ജെഫ്രി എപ്സ്റ്റീൻ ആരായിരുന്നു എന്ന് നോക്കാം. അമേരിക്കയിലെ അതിസമ്പന്നനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു ഇയാൾ. സ്വന്തമായി വിമാനങ്ങളും ദ്വീപുകളും വലിയ കൊട്ടാരങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ സമ്പത്തിന് പിന്നിൽ വലിയൊരു ക്രൂരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എപ്സ്റ്റീൻ കേവലം ഒരു സാമ്പത്തിക കുറ്റവാളിയായിരുന്നില്ല. വളരെ ആസൂത്രിതമായ ഒരു ലൈംഗിക കടത്ത് ശൃംഖല വർഷങ്ങളോളം ഇയാൾ നടത്തിയിരുന്നു. അയാൾ ചെയ്ത പ്രധാന കുറ്റകൃത്യങ്ങൾ ഇവയാണ്: പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ചൂഷണം ചെയ്തു. പണവും സ്വാധീനവും ഉപയോഗിച്ച് 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ പോലും ഇയാൾ തന്റെ വസതികളിലേക്ക് വരുത്തി. മസാജ് എന്ന കെണി. പെൺകുട്ടികൾക്ക് പണം നൽകി മസാജ് ചെയ്യാൻ എന്ന പേരിലാണ് ഇയാൾ ആദ്യം വിളിച്ചു വരുത്തിയിരുന്നത്. പിന്നീട് ഇത് ബലപ്രയോഗത്തിലൂടെയും ഭീഷണിയിലൂടെയും ലൈംഗിക പീഡനങ്ങളിലേക്ക് മാറുകയായിരുന്നു. പിരമിഡ് രീതിയിലുള്ള റിക്രൂട്ട്മെന്റ്. ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് തന്നെ പണം നൽകി മറ്റു പെൺകുട്ടികളെ തനിക്ക് വേണ്ടി കൊണ്ടുവരാൻ ഇയാൾ ആവശ്യപ്പെടുമായിരുന്നു. അങ്ങനെ ഇരകളെ കൊണ്ട് തന്നെ മറ്റുള്ളവരെ കെണിയിൽ വീഴ്ത്തുന്ന ക്രൂരമായ ഒരു രീതിയായിരുന്നു അത്. എന്താണ് ഇപ്പോൾ പുറത്തു വന്ന എപ്സ്റ്റീൻ ഫയലുകൾ? ഇത് എപ്സ്റ്റീന്റെ സഹായിയായ ഒരു സ്ത്രീക്കെതിരെയുള്ള സിവിൽ കേസുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് പേജുകളുള്ള കോടതി രേഖകളും FBI അന്വേഷണ റിപ്പോർട്ടുകളുമാണ്. 2025 പുതിയ നിയമപ്രകാരം ഈ രേഖകൾ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഉള്ളത് കുറ്റകൃത്യം നേരിട്ട് കണ്ടവരുടെയും ഇരകളുടെയും മൊഴികൾ, എപ്സ്റ്റീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തവരുടെ ലിസ്റ്റ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ശേഖരിച്ച തെളിവുകൾ. ഈ ഫയലുകളിൽ ലോകപ്രശസ്തരായ പലരുടെയും പേരുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫയലുകളിൽ ഒരാളുടെ പേര് ഉണ്ട് എന്നതുകൊണ്ട് മാത്രം അവർ കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. എപ്സ്റ്റീന്റെ വിമാനത്തിൽ യാത്ര ചെയ്തവരോ ബിസിനസ് ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തെ സന്ദർശിച്ചവരോ ആയ ആളുകളുടെ പേരുകൾ ഇതിലുണ്ട്. ഇവർക്ക് എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണമെന്നില്ല. കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവുള്ള എന്നാൽ അതിൽ പങ്കില്ലാത്ത സാക്ഷികളുടെ പേരുകളുമുണ്ട്. പല ഇരകളുടെയും പേരുകൾ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കുറ്റവാളികളുടെ പട്ടികയല്ല, മറിച്ച് കോടതി രേഖകളുടെ ഒരു സമാഹാരമാണ് എന്ന് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ എപ്സ്റ്റീൻ മരിച്ചുപോയെങ്കിലും പണവും അധികാരമുള്ളവർക്ക് നിയമത്തിന് മുകളിൽ എത്ര പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ ഫയലുകൾ. ഇത്രയും കാലം മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു വരുന്നു എന്നത് ഇരകൾക്ക് ലഭിക്കുന്ന വൈകിയാണെങ്കിലും ഉള്ള ഒരു നീതിയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി.